അസ്സലാമു അലൈക്കും. അപ്പോൾ ദേ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവി, സ്വീറ്റ് ആൻഡ് സ്പൈസി, ഇങ്ങനെ രണ്ടും കൂടെ ഉണ്ടാവണ ആ ഒരു ചിക്കൻ ഗ്രേവി എങ്ങനെ ഉണ്ടായിരിക്കും? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? എങ്കിൽ വാ. ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ ഗ്രേവിയും എങ്ങനെ അടിപൊളിയായിട്ട് വീട്ടിൽ വെക്കാം എന്നുള്ളതൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്, നല്ലോണം വാഷ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് കോൺഫ്ലവർ, മൈദ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് പ്രത്യേക അളവും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ എരിവിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഞാൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അത് നല്ലോണം ഫ്രൈ ആവരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാനേ പാടുള്ളൂ. കാരണം ഗ്രേവി അത് നമ്മൾ മസാല വേവിക്കുന്ന ടൈമിൽ ഇത് അതിലിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് അത് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ അടുപ്പ് കത്തിക്കാം. മുളകുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു, ഒന്ന് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഇതൊരു ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നല്ലേ 3 ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഫ്രൈ ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാനേ പാടുള്ളൂ. നല്ലോണം ഫ്രൈ ആക്കി ഇരിക്കരുത്. കാരണം നമുക്കിത് നമ്മുടെ ഗ്രേവി മസാലയിലിട്ടൊന്ന് ജസ്റ്റ് വേവിക്കാനുണ്ട്. അതിൽ പെട്ടെന്ന് കുറച്ച് കയറും വേവാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അതിനിടയിൽ നമ്മുടെ ഫ്രൈ പാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചട്ടി മാറ്റി ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇടാൻ. അപ്പോൾ അത് ജസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയിട്ട് മാറ്റി വെക്കാം. അതാണ് നമുക്ക് പറഞ്ഞല്ലോ, നമ്മുടെ മസാല കൊണ്ട് വേവാനുള്ളതായതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ സെക്കൻഡറി ഇട്ടിട്ടുണ്ട്, സെക്കൻഡറി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതുപോലെ ഇതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതാ നമ്മളെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വേവിച്ച എണ്ണ ഇതിലോട്ട് ചെമ്പട്ടിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞ് വച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും നമുക്ക് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വലിയ വെച്ച വലിയ ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നല്ലോണം വാടാനും പാടില്ല കേട്ടോ. അത് ജസ്റ്റ് വാടാൻ മാത്രമേ പാടുള്ളൂ. നമ്മൾ പച്ചമുളക് തന്നെ ചെറിയൊരു സ്പൈസി ചെയ്തിട്ടുണ്ട്. ഓവർ മധുരമായാലും എല്ലാവർക്കും ഒരു മടിയായിട്ടും കഴിക്കാൻ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു എരിവും കൂടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളകും മുളക് പൊടിയൊക്കെ നമ്മളിത് ആഡ് ചെയ്യുന്നത്. നമുക്കിത് നമ്മുടെ ഉള്ളി നല്ലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഉള്ളി ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടും. ഇതിന് കൂടെ തന്നെ ഇട്ടാൽ പെട്ടെന്ന് ഉള്ളിൽ നിന്ന് വാടി കിട്ടാനും എളുപ്പത്തിൽ ചാൻസ് നല്ല വാടി കിട്ടും. പിന്നെ ഉള്ളി ചെറിയൊരു വലുപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഉള്ളി, ക്യാപ്സിക്കം, തക്കാളിയൊക്കെ നമ്മൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം, തക്കാളിയും എല്ലാം കൂടെ എടുത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി
ഇതിലേക്ക് ഞാൻ നമ്മുടെ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അരിക്കൊണ്ടൊക്കെ 2-3 ഇതിലെടുത്തിട്ടുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ മാഗി ക്യൂബും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ സോസ് നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ സോയാ സോസ് ഉണ്ട്. സോയാ സോസ് ഞാൻ ഇതിലേക്കൊരു 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. സുർക്കയാണ്. സുർക്ക 1 ടേബിൾ സ്പൂൺ ടീസ്പൂൺ ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, വേണ്ടവർക്ക് ഒഴിച്ച് കൊടുത്താൽ മതി, നിർബന്ധമില്ല. അതുപോലെ ചില്ലി സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതൊന്ന് വാടൊന്ന് നല്ലോണം വേണ്ട നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പം അതല്ലേ നമ്മുടെ മസാല കണ്ട കളർ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പകുതി വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ മസാല ൊക്കെ ഇറച്ചി നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പെപ്പർ പൗഡറാണ്. അപ്പോൾ അത് എരിവ് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ഓരോരുത്തർ എരിവിൻ്റെ അളവിനനുസരിച്ചിട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. എരിവ് വേണ്ടാന്നുള്ളവർക്ക് ഇത് ഇടണമെന്നില്ല കേട്ടോ. ഗ്രേവി നല്ല മധുരമായിട്ട് തോന്നേണ്ടവർക്ക് അങ്ങനെ ഇടാം. അതല്ല നല്ല സ്പൈസിയോട് കൂടിയുള്ള ഗ്രേവിയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് പെപ്പർ പൗഡർ എരിവനുസരിച്ച് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ അതിലിപ്പോൾ ഏകദേശം ഒരു 1.5 സ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കോൺഫ്ലവർ ആണ്. 2 ടേബിൾ സ്പൂണ് നമ്മൾ വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്ന് നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി കട്ടായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലവർ ഇതിൽ കലക്കി വെച്ചുകൊണ്ടാണ് ഇനി തിക്കായിട്ട് വരും. നമ്മുടെ ഗ്രേവി നല്ലോണം തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് എന്തായാലും ലേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഉപ്പ് ശ്രദ്ധിക്കണം. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കും വേണം കേട്ടോ. കാരണം ഇത് ഇനിയിപ്പോൾ ഒന്നും കൂടെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടെ തിക്കായിട്ട് വരും. കാരണം നമ്മളിത് കോൺഫ്ലവർ കലക്കി ഒഴിച്ചത് കൊണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഗ്രേവി നല്ലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിതിൽ വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ടേസ്റ്റ് നോക്കിയനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ വേണമെങ്കിൽ പെപ്പർ പൗഡറും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രേവി. ഇനി ഇതിലേക്ക് ജസ്റ്റ് നമുക്ക് ഇതൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ഒന്ന് ഇതേപോലെ ഒന്ന് വിതറി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടച്ചു വെക്കാം. അപ്പോൾ ആ സ്മെല്ലൊക്കെ തരി തന്നെ ചേർക്കും. ഇനി നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവിക്ക് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചിക്കൻ അതുപോലെ നമ്മുടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം.
അപ്പോൾ അത് കണ്ടില്ല നമ്മുടെ ഗ്രേവി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.